ഡിയേഴ്സ്, വെൽക്കം ടു ആർ കെ ക്ലാസ്സസ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് മാതൃഭൂമി അല്ലെ. നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് മാതൃഭൂമി. അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് മാതൃഭൂമി. നമുക്കൊരു 10 മാർക്കിന്റെ ചോദ്യം നിങ്ങൾ മാതൃഭൂമി എന്ന ഈ ഒരു കവിതയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയും വേണം. അപ്പോഴാണ് കൂടുതൽ നിങ്ങൾ ഈ ചാപ്റ്റർ ഫോക്കസ് ചെയ്യുള്ളൂ. അപ്പൊ മാതൃഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വദേശം അല്ലെ, നമ്മുടെ ജന്മനാടിനെയാണല്ലോ പറയുന്നത്. ഇപ്പൊ മൈഥിലി ശരൺ ഗുപ്തജിയുടെ ഈ കവിതയിൽ അദ്ദേഹം നമ്മുടെ ജന്മഭൂമിയെ ഉപമിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഉപമിക്കാറ് വർണ്ണിച്ചുകൊണ്ട്, ഒരുപാട് കാര്യങ്ങളെ ഉപമിച്ചുകൊണ്ട് ജന്മഭൂമിയെ വർണ്ണിച്ചിട്ടുള്ള ഒരു കവിതയാണ് നമ്മുടെ മാതൃഭൂമി എന്ന കവിത. അപ്പൊ ഈ കവിതയില് ഒരുപാട് വാക്കുകളുണ്ട്. അതിന്റെ സമാനാർത്ഥി ശബ്ദമൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നിങ്ങൾ പഠിക്കണം. അത് ഇതിലുള്ള ഓരോ വേർഡിന്റെയും 1 വേർഡ് ആയിട്ട് മീനിങ് ചോദിക്കും. അത് കൂടാതെ 8 മാർക്കിനൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് മീനിങ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വേർഡിന്റെയും അർത്ഥം മനസ്സിലാക്കി വെക്കണം. നീലാംബർ. അപ്പൊ ആദ്യം നമുക്ക് കവിത എന്താണ് എന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിലുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. 1 വേർഡ് ക്വസ്റ്റ്യൻസ്, അത് കൂടാതെ ആശയം, ഇതൊക്കെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പഠിക്കണം. അപ്പൊ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാതൃഭൂമി എന്ന ചാപ്റ്റർ വിട്ടുപോകരുത് മക്കളെ. നീലാംബർ പരിധാൻ ഹരിത് തടുപ്പർ സുന്ദർ ഹേ. എന്താ പറയുന്നത്? നീലാംബർ, നീലാകാശം എന്താണ്? ഹരിത് തടുപ്പർ, ആ പച്ച തീരത്ത് സുന്ദരമാണ്. സൂര്യചന്ദ്രയുഗ് മുകുട് മേഖല രത്നാകർ ഹേ. ഇനി സൂര്യചന്ദ്രൻ എന്താണ്? മുകുടമാണ്, കിരീടമാണ്. ആർക്ക്? നമ്മുടെ മാതൃഭൂമിക്ക്. മേഖല രത്നാകർ ഹേ. അരക്കെട്ടാണെങ്കിലോ ഒരു രത്നമാണ്. നദിയാം പ്രേമ പ്രവാഹ ഫൂൽ താരെ മണ്ഡൻ ഹേ. നദികളൊക്കെ എന്താണ്? പ്രേമ പ്രവാഹകരാണ്. എന്താണ് പ്രേമ പ്രവാഹകർ? പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം അല്ലെ. ആ സ്നേഹവും കൊണ്ട് ഇങ്ങനെ ഒഴുകാണ് നമ്മുടെ ഭാരതത്തിലെ ഓരോ നദികളും എന്നൊന്ന് നിങ്ങളൊന്ന് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഫൂല് താരെ മണ്ഡൻ ഹേ. പൂക്കളും നക്ഷത്രങ്ങളും ഒക്കെ എന്താണ്? അലങ്കാരമാണ്. ബന്ദിജന ഗഗ് ബൃന്ദ് ശേഷ് ഫണ സിംഹാസൻ. മനസ്സിലാക്കണേ. ബന്ദിജന ഗഗ് ബൃന്ദ്. ഗഗ് എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷിയാണ്. പക്ഷികളുടെ കൂട്ടം നമ്മുടെ ഈ മാതൃഭൂമിക്ക് എന്താണ്? ബന്ദിജനെ എന്ന് പറഞ്ഞാല് അവര് കൂട്ടത്തോടെ പാടുകയാണ്, സ്തുതി പാടകരാണ് എന്നാണ് പറയുന്നത്. സ്തുതി പാടകരാണ്. അതുകൂടാതെയോ ശേഷുഫാണ് സിംഹാസന്. ഇനി മാതൃഭൂമിയുടെ സിംഹാസനമാണ്. നമ്മളൊരു രാജാവിനെ പോലെ ഇങ്ങനെ മനസ്സിലാക്കുക അല്ലെ. എങ്ങനെ? നീല വസ്ത്രമൊക്കെ ധരിച്ച് എന്നിട്ട് സൂര്യ മുകുട് എന്താണ്? മുകുടമാണെന്നാ പറഞ്ഞത്. കിരീടമാണ്. സൂര്യനും ചന്ദ്രനും പോലെ ഇങ്ങനെ എന്താ ജ്വലിക്കുന്ന കിരീടമൊക്കെ ഉള്ള, ആകെ ആഭൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഭൂഷണം എന്ന് പറഞ്ഞാൽ ആഭരണധാരിയായ ഒരു വലിയൊരു രാജാവിനെ പോലെ നമ്മൾ ഇങ്ങനെ മനസ്സിൽ ഈ ഭാരതത്തിന്റെ ആ മാപ്പിനെ ഒന്ന് നിങ്ങൾ ഇങ്ങനെ കാണാം. ഇനി ഈ പറയുന്ന ഈ രാജാവിന്റെ സിംഹാസനം എവിടാണ്? ശേഷുഫാണ് സിംഹാസന ഹേ. ശേഷനാഗത്തിന്റെ ഫണമാണ് സിംഹാസനം. അഭിഷേക്. ഇനി കർത്തേ അഭിഷേക് പയോദ്. പയോദ് എന്ന് പറഞ്ഞാൽ മേഘം. മേഘങ്ങളാണെങ്കിലോ അഭിഷേകം ചെയ്യുകയാണ്. അപ്പൊ മഴയെ എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്? ഒരു പാലഭിഷേകം എന്നൊക്കെ പറയില്ലേ, അതുപോലെ മേഘങ്ങൾ മാതൃഭൂമിക്ക് അഭിഷേകമാണ്. ബലിഹാരി ഇസ് വേഷിക്ക് ഹേ മാതൃഭൂമി. എന്നിട്ട് എന്താ പറയുന്നത്? ബലിഹാരി ഇസ് വേഷിക്ക് ജിസ്കെ രജ് മേ ലോട്ട് ലോട്ട് കർ ബഡേ ഹുവേ ഹേ. ഇനി മാതൃഭൂമി തു സത്യ ഹി സഗുണ മൂർത്തി സർവേഷിക്ക്. എന്നിട്ട് പറയാണ് നീ സർവേശ്വരന്റെ സഗുണ സാകാർ മൂർത്തി ഹേ. അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു മൂർത്തി, ഒരു ആരാധ്യ സ്ഥാനത്താണ് നമ്മുടെ മാതൃഭൂമി ഉള്ളത് എന്നാണ് പറയുന്നത്. ജിസ്കെ രജ്മെ. ഇനി പറയാണ് അതിന്റെ ഈ മാതൃഭൂമിയിലാണ് നമ്മൾ എന്താക്കിയിട്ടുള്ളത്? രജ്മേ ലോട്ട് ലോട്ട് കർ ബഡേ ഹുവേ ഹേ. ആ പൊടിയിലൊക്കെ ഉരുണ്ടു മറിഞ്ഞാണ് നമ്മളൊക്കെ വളർന്നു വലുതായത്. ഗുട്ടനോ കെ ബൽ സരക് സരക് പർ ഖഡേ ഹുവേ ഹേ. ഈ മാതൃഭൂമിയിൽ മുട്ടിട്ടിഴഞ്ഞാണ് നമ്മള് വലുതായത്.
നിൽക്കാൻ പഠിച്ചത്. പരമഹംസ സമ ബാല്യകാലമേ സബ് സുഖപായെ. ഇനി ഈ മാതൃഭൂമിയിൽ നിന്നാകട്ടെ പരമഹംസരെ പോലെ എല്ലാ സുഖങ്ങളും നമ്മൾ നേടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം മാതൃഭൂമി നമ്മുടെ ഭൂമി ഇങ്ങോട്ട് നൽകുന്നുണ്ട് അല്ലെ, നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്നുണ്ട്. ജിസ്കെ കാരൻ, അതുകൊണ്ട് തന്നെ നിന്നെ എന്ത് പറയുന്നു? ധൂൽ ബരെ ഹീരെ കഹ്ലായെ, അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയപ്പെടുന്നത് മാതൃഭൂമിയെ? ധൂൽ ബരെ. ധൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊടി, പൊടി നിറഞ്ഞ, പൊടി മൂടിയ. ഹീരെ, ഹീരെ എന്ന് പറഞ്ഞാൽ രത്നം എന്ന് പറയപ്പെടുന്നത്. ഹം കേലെ കൂദേ ഹർഷയുദ് ജിസ്കി പ്യാരി ഗോദമേ, ഞങ്ങൾ നിന്റെ മടിത്തട്ടിലാണ് കേലെ കൂദേ അല്ലെ, കളിച്ചതും ചാടിയതും, ഹർഷയുദ് സന്തോഷിച്ചതും ഒക്കെ നിന്നിലാണ്. ഹേ മാതൃഭൂമി, എന്നിട്ട് പറയാണ്, ഹേ മാതൃഭൂമി തുജ്കോ നിരക്ക് മഗ്ന ക്യൂ ന ഹോ മോദമേ. എന്താണ് പറയുന്നത്? നിന്നെ തുള്ളിച്ചാടി കളിച്ചതൊക്കെ, എല്ലാ സന്തോഷവും എന്തുകൊണ്ട് നിന്നിൽ ഞങ്ങൾക്ക് മുഴുകിക്കൂടാ? മഗ്ന ഹോന എന്ന് പറഞ്ഞാൽ എന്താ? മുഴുകുക. എന്തുകൊണ്ട് ഞങ്ങൾക്ക് നിന്നിൽ അലിഞ്ഞു ചേർന്നുകൂടാ? തുജ്സേ സബീ സുഖോ കോ ഹംനെ ഭോഗ, അല്ലെ, എല്ലാ സുഖങ്ങളും നിന്നിൽ നിന്നാണ് ഞങ്ങൾ അനുഭവിച്ചത്. തേരാ പ്രത്യുപകാർ കഭി ക്യാ ഹംസേ ഹോഗ എന്നാണ് കവി ചോദിക്കുന്നത്. എല്ലാ സുഖവും സന്തോഷവും ഈ മാതൃഭൂമിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു അല്ലെ. തേരാ പ്രത്യുപകാർ, അല്ലെ, നിന്നോടുള്ള ആ പ്രത്യുപകാരം. കഭി ക്യാ ഹംസേ ഹോഗ, എപ്പോഴാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക? തേരി ഹി യഹ് ദേഹ് തുജി സേ ബനി ഹുയി ഹെ. തേരി ഹി യഹ് ദേഹ്, നിന്റെ ഈ ദേഹം, തുജി സേ ബനി ഹുയി ഹെ, നിന്നിലേക്ക് തന്നെ ഉള്ളതാണ്. ബസ് തേരെ ഹി സുരസ് സാർ സേ സനി ഹുയി ഹെ. ഈ ദേഹം അത് നീ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്, നീ തന്നെ തന്നതാണ് ഈ ദേഹം, അത് നിന്നിലേക്ക് തന്നെ ഉള്ളതാണ്. ഫിർ അന്ത് സമയ തൂഹി ഇസേ അച്ചൽ ദേക്ക് അപ്നായേഗി. എന്താ പറയുന്നത്? അച്ചൽ ദേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നിശ്ചലമായി, അവസാനം ഈ ദേഹം നിന്നിലേക്ക് തന്നെയാണ് നിശ്ചലമായി എത്തുന്നത്. നീ അല്ലെ അതിനെ നിശ്ചലമായാണ് കാണുകയും ചെയ്യുക. ഹേ മാതൃഭൂമി യഹ് അന്ത് മേ തുജ്മേ ഹി മിൽ ജായേഗി. എന്നിട്ട് പറയാണ്, ഹേ മാതൃഭൂമി, അവസാനം, ജീവിതത്തിന്റെ അവസാനം ഈ ശരീരം നിന്നിലേക്ക് തന്നെയാണ്, നിന്നിൽ തന്നെ മിൽ ജായേഗി, നിന്നിൽ തന്നെ അലിഞ്ഞു ചേരുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ലയിച്ചു ചേരും എന്നാണ് മൈഥിലി ശരൺ ഗുപ്തജി ഈ കവിതയിലൂടെ പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വൺ വേർഡിന് വന്നിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതും ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. മാതൃഭൂമി കാ സിംഹാസൻ കോൻ ഹെ? ആരാണ് മാതൃഭൂമിയുടെ സിംഹാസനം? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഈ പൊടി പിടിച്ച രത്നം അതാരാണ്? മാതൃഭൂമിയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഇവിടെ മുകുട് ക്യാ ഹെ, മാതൃഭൂമി കാ മുകുട് ക്യാ ഹെ എന്ന് ചോദിക്കും. മാതൃഭൂമിയുടെ മുകുടമായിട്ട് എന്താണ് പറയുന്നത്? എന്താ പറയുന്നത്? സൂര്യ ഓർ ചന്ദ്ര അല്ലെ. അപ്പൊ നോക്കൂ, മാതൃഭൂമിക്ക് രചയിത കോൻ ഹെ? ആരാണ് മാതൃഭൂമിയുടെ കവി? ഇനി തിരിച്ചും ചോദ്യം വരാട്ടോ. മൈഥിലി ശരൺ ഗുപ്തജിക്ക് കോൺസി കവിത ആപ് പഠ്തേ ഹെ? ഏത് കവിതയാണ് ഇതില് മൈഥിലി ശരൺ ഗുപ്തജി രചിച്ചത്? അപ്പൊ ഇങ്ങനൊക്കെ ഓപ്ഷൻസ് വരാം. സൂര്യ ഓർ ചന്ദ്ര കിസ് രൂപ് മേ ശോഭിത് ഹെ? സൂര്യനും ചന്ദ്രനും കവിതയിൽ ഏത് പ്രകാരം ശോഭിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? മുകുട് കെ രൂപ് മേ. എന്തിന്റെ? മുകുട്. മുകുട് എന്ന് പറഞ്ഞാൽ എന്താണ്? കിരീടം. മാതൃഭൂമിക്ക് കർദനി ക്യാ ഹെ? എന്താണ് മാതൃഭൂമിയുടെ കർദനി? രത്നാകർ അല്ലെ. രത്നാകർ എന്ന വാക്കിന് സമുദ്ര എന്ന അർത്ഥം കൂടി ഉണ്ട്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് മീനിങ് ആയിരിക്കും സഹി മിലാൻ കരെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. മാതൃഭൂമി കാ ആഭൂഷൺ ക്യാ ഹെ? ആഭൂഷൺ, ആഭരണം എന്ന് പറയപ്പെടുന്നത് എന്താണ് കവിതയിൽ? മാതൃഭൂമിയുടെ ആഭൂഷൺ ഫൂൽ ഓർ താരെ. ആരാണ്? ഫൂൽ ഓർ താരെ ഹെ. ധർത്തി കാ പരിധാൻ ക്യാ ഹെ? ധർത്തി കാ പരിധാൻ. പരിധാൻ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണം. വസ്ത്ര, വസ്ത്രാണ് കേട്ടോ. ഇനി 8 മാർക്കിന് അതല്ലെങ്കിൽ 6 മാർക്കിന് വരുന്ന ചോദ്യമാണ് കവിതയുടെ ആശയം. കവിതയുടെ
ആശയം ചോദിക്കും. 8 അല്ലെങ്കിൽ 6 മാർക്കാണ്. മനസ്സിലാക്കുക. द्विवेदी युग के प्रसिद्ध कवि श्री मैथिली शरण गुप्त के प्रसिद्ध कविताओं में एक है मातृभूमि. എന്താ മനസ്സിലാക്കണേ? द्विवेदी युग के प्रसिद्ध कवि मैथिली शरण गुप्त जी के प्रसिद्ध कविताओं में एक है मातृभूमि. इसमें कवि अपने जन्मभूमि का गुणगान करके उसके लिए अपनी जान भी देने का ആഹ്വാൻ करते हैं. എന്താണ് ഈ കവിതയിലൂടെ കവി നമുക്ക് നൽകുന്നത്? എന്ത് സന്ദേശമാണ്? നമ്മുടെ ജന്മഭൂമിയെ കുറിച്ച്, അതിന്റെ ത്യാഗങ്ങളെ കുറിച്ച് നമ്മൾ എങ്ങനെയൊക്കെ കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് കവി പറയുകയാണ്, ജാൻ ഭി ദേനെ കാ ആഹ്വാൻ करते हैं. ജീവൻ തന്നെ നൽകുവാനുള്ള ആഹ്വാനമാണ് നൽകുന്നത്. इस कविता में कवि कहते हैं, मातृभूमि के हरियाली के लिए नीलाकाश एक सुंदर वस्त्र की तरह शोभित है. അപ്പൊ ഇതിലുള്ള ഓരോ സെന്റൻസും നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിലും മക്കളെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. കാരണം അതുപോലെയാണ് നമ്മൾ ഈ നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. നോക്കൂ, ആരാണ് വസ്ത്രം, മാതൃഭൂമിയുടെ വസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? നീലാകാശത്തെയാണ് അല്ലെ? കണ്ടോ, അതാണ് ഈ സെന്റൻസ്. അങ്ങനെ നീലാകാശ് ഏക് സുന്ദർ വസ്ത്ര കി തരഹ ശോഭിത് ഹെ. സൂരജ് ഓർ ചാന്ദ് ഇസ്കി മുകുട് ഹെ. സൂര്യനും ചന്ദ്രനും ഇതിന്റെ കിരീടമാണ്. സാഗർ ഇസ്കി കർദനി ഹെ. സാഗർ, സാഗർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാണ്? സമുദ്രം അല്ലെ? യഹാ ബഹനെ വാലി, യഹാ ബഹനെ വാലി എന്ന് പറഞ്ഞാല് ഒഴുകുന്ന. ബഹനെ വാലി നദിയാ പ്രേമ കാ പ്രവാഹ് ഹേ. ബഹനെ വാലി നദിയാം, ഒഴുകുന്ന നദികൾ എന്താണ്? പ്രേമ പ്രവാഹകരാണ്. പ്രേമ പ്രവാഹകർ. താരെ ഓർ ഫൂൽ ഇസ്കെ ആഭൂഷൺ ഹേ. ഇനിയോ താരെ ഓർ ഫൂൽ, നക്ഷത്രങ്ങളും പൂക്കളും എന്താണെന്നാണ് പറയപ്പെടുന്നത്? ഇതിന്റെ വസ്ത്രങ്ങളാണ്. മാതൃഭൂമിയുടെ മാതൃഭൂമിയുടെ ആഭൂഷൻ എന്താണ്? ആഭരണങ്ങളാണ്. പക്ഷിയോ സ്തുതി പാടക് ഹേ. മനസ്സിലാക്കണേ, ഗഗ് വൃന്ത് എന്നാണ് പറയുന്നത്, പക്ഷി എന്നല്ല കവിതയിൽ പറയുന്നത്. അപ്പൊ ഗഗ് വൃന്ത് എന്ന് പറഞ്ഞാൽ പക്ഷികളാണ്. പക്ഷിയോ സ്തുതി പാടക് ഹേ. പക്ഷികൾ എന്താണ്? സ്തുതി പാടകരാണ്. ആദിശേഷിക സഹസ്രഫണ സിംഹാസൻ ഹേ. ഇനി ആദിശേഷിന്റെ സഹസ്രഫണോ സിംഹാസനമാണ്. ബാദലോ പാനി ബർസാക്കർ ഇസ്കാ അഭിഷേക് കർത്തേ ഹെ. ഇനി മേഘങ്ങളാകട്ടെ പാനി ബർസാക്കർ, വെള്ളം പെയ്യിച്ചുകൊണ്ട് അഭിഷേക് കർത്തേ ഹെ, ഇതിനെ അഭിഷേകം ചെയ്യുന്നു. കബി അപ്നി മാതൃഭൂമി കെ ഇസ് സുന്ദർ രൂപ് പർ ക്യാ ആത്മസമർപ്പൺ കർത്തേ ഹെ. എന്നിട്ട് ചോദിക്കുകയാണ്, അഭിഷേക് കർത്തേ കബി അപ്നി മാതൃഭൂമി കെ ഇസ് സുന്ദർ രൂപ് പർ, നമ്മൾ ഈ സുന്ദരമായ മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ത്യജിച്ചിട്ടുണ്ടോ, ത്യജിക്കുന്നുണ്ടോ? വേ കേത്തെ ഹേ വാസ്തവ് മേ സത്യത്തിൽ മാതൃഭൂമി സഗുണ സാകാർ മൂർത്തി ഹേ. സഗുണ സാകാർ മൂർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആരാധനയ്ക്ക് അത്രത്തോളം നമ്മുടെ മനസ്സിൽ ഇടം നേടുന്ന സ്ഥാനം നൽകേണ്ട ഒന്നാണ് നമ്മുടെ മാതൃഭൂമി. ഇനി കവി പറയാണ് അതിനുള്ള കാരണം. ഇപ്പൊ നമുക്ക് കടപ്പാട് തീരാത്തല്ലേ? അപ്പൊ അമ്മയോടുള്ള ഒരു കടപ്പാട് നമുക്ക് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ മാതൃഭൂമിയും എന്നാണ് കവി പറഞ്ഞു വരുന്നത്. കവി കഹത്തെ ഹെ കി ഇസ്കെ ധൂലി മേ ലോട്ട് ലോട്ട് കർ ബഡേ ഹുവേ ഹേ. അല്ലെ, ഇതിന്റെ മടിത്തട്ടിലാണ് നമ്മള് ലോട്ട് ലോട്ട് കർ എന്ന് എന്താ പറയാ, നമ്മളിങ്ങനെ പൊടിയിൽ ഉരുണ്ട് വലുതായത്. ഇസി ഭൂമി പർ ഗുട്നോക്കെ, ഈ ഭൂമിയിൽ തന്നെയാണ് നമ്മള് ഗുട്നോക്കെ എന്ന് പറഞ്ഞ മുട്ടിഴഞ്ഞിട്ട്, മുട്ടില്ലേ കാൽമുട്ടുകള്, അതിലിഴഞ്ഞ് സരക് സരക് കർ ഹി പേരോ പർ കടാ രഹന സീക്കാ ഹെ. സരക് സരക് കർ എന്ന് പറഞ്ഞാൽ എന്താ? നിന്നും വീണും അങ്ങനെ കളിക്കില്ലേ അല്ലെ? ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു പ്രായമല്ലേ? അപ്പൊ അതേപോലെ ഈ മുട്ടിൽ ഇഴഞ്ഞുകൊണ്ട്, ഈ ഭൂമിയിൽ തന്നെ മുട്ടിൽ ഇഴഞ്ഞ് നിന്നും വീണുമാണ് നമ്മൾ നിൽക്കാൻ പഠിച്ചത്. ഈ ഭൂമിയിലാണ്. യഹാം രഖ് കർ ഹി ബച്പൻ മേ ഉസ്നെ ശ്രീരാമകൃഷ്ണ പരഹംസ് കി തര സബി ആനന്ദ് പായാ ഹെ. ഈ ഭൂമിയിൽ തന്നെയാണ് നമ്മള്
എല്ലാ ആനന്ദങ്ങളും അനുഭവിച്ചിട്ടുള്ളത്. ഇസ്കെ കാരൻ ഹി ഉസേ ധൂലി ബരെ ഹീരെ കഹ്ലായെ. അതുകൊണ്ട് തന്നെ മാതൃഭൂമിയെ എന്ത് പറയുന്നു? പൊടി, അല്ലെ, പൊടിയിൽപ്പെട്ട, പൊടി പിടിച്ച ഹീരെ, രത്നം എന്നാണ് പറയുന്നത്. इस जन्मभूमि के गोदी में खेल कूद करके हर्ष का अनुभव किया है. ഈ ജന്മഭൂമിയിലെ എന്താക്കിയിരിക്കുന്നു? ഈ ജന്മഭൂമിയുടെ ഖോദീമെ, മടിത്തട്ടിൽ കേൽ കൂത് കർക്കെ, കളിച്ചും രസിച്ചും, ഹർഷ് കാ അനുഭവ്, ഹർഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം, സന്തോഷത്തിന്റെ അനുഭവം, അല്ലെ, അതൊക്കെ അനുഭവിച്ചു. മാതൃഭൂമി കോ ദേഖ് കർ ഹം ആനന്ദ് സെ മഗ്ന ഹോ ജാത്തെ ഹെ. മാതൃഭൂമിയെ കാണുമ്പോൾ തന്നെ ആനന്ദത്തിൽ മുഴുകി പോകുന്നു. കവി കഹത്തെ ഹെ, എന്നിട്ട് കവി പറയുകയാണ്, ജോ സുഖ് ശാന്തി ഹംനെ ഭോഗാ ഹെ വേ സബ് തുമാരി ഹി ദേൻ ഹെ. ഞങ്ങൾ അനുഭവിച്ച ആ സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടല്ലോ, സബ് തുമാരി ഹി ദേൻ ഹെ, അതൊക്കെ നിന്റെ തന്നെ, നീ തന്നെ നൽകിയതാണ്. ദേൻ എന്ന് പറഞ്ഞാൽ എന്താ? നീ നൽകിയത് എന്നാണ് കേട്ടോ. തുജ്സെ കിയേ ഗയെ ഉപകാരോ ക, എന്നിട്ട് കവി പറയുന്നു, തുജ്സെ കിയേ ഗയെ, നിന്നിൽ നിന്ന് കിട്ടിയിട്ടുള്ള, ഉപകാരോ ക ബദലാദേന, ഉപകാരങ്ങൾക്ക് ബദലാദേന, പകരം നൽകുക, ആസാൻ നഹി ഹേ, അല്ലെ, എളുപ്പമല്ല. യഹ് ദേഹ് തേരാ ഹെ, ഈ ദേഹം അത് നിന്റേതാണ്. തേരേ ഹി ജീവ് കണസെ സനി ഹുയി ഹെ, നിന്റെ തന്നെ ജീവകണങ്ങൾ കൊണ്ട് ഉണ്ടായത്, അല്ലെ, വളർന്നതാണ്. അന്ത്മേ മൃത്യു ഹോനെ പർ, ഇനി അവസാനം, ജീവിതത്തിന്റെ അവസാന കാലങ്ങളിൽ മൃത്യു ഹോനെ പർ, മരണപ്പെടുമ്പോൾ, യഹ് നിർജീവ് ശരീർ, ഈ നിശ്ചലമായ ശരീരം, തൂഹി അപ്നായേഗ, നീ തന്നെ വേണം ഏറ്റുവാങ്ങാൻ, അല്ലെ. എങ്ങനെ? മാതൃഭൂമി അന്ത്മേ ഹം സബ് തേരി ഹി മിട്ടി മേ വിലീൻ ഹോ ജായേഗ. മാതൃഭൂമി, ഞങ്ങളൊക്കെ അവസാനം നിന്നിൽ തന്നെ ലയിച്ചു ചേരും. വിലീൻ ഹോ ജായേഗ എന്ന് പറഞ്ഞാൽ എന്താ? ലയിക്കുക എന്നാണ് കേട്ടോ അർത്ഥം. सरल शब्दों में कवि मातृभूमि के लिए अपनी जान अर्पित करने की प्रेरणा दे रहे हैं. എന്താ പറയുന്നത്? सरल शब्दों में, കവിതയുടെ പ്രത്യേകത എന്താണ്? सरल शब्दों में മാതൃഭൂമി के लिए, മാതൃഭൂമിക്കായിട്ട് अपनी जान, തന്റെ ജീവൻ തന്നെ, अर्पित करने की प्रेरणा दे रहे हैं, അല്ലെ, തന്റെ ജീവൻ തന്നെ അർപ്പിക്കുവാനുള്ള ഒരു പ്രേരണയാണ് നൽകുന്നത്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പാഠഭാഗം പഠിക്കുക. മാതൃഭൂമി എന്ന കവിതയുടെ ആശയം പഠിക്കുക, നന്നായി വായിച്ചു നോക്കുക, വൺ വേർഡ് ക്വസ്റ്റ്യന് വായിച്ചു നോക്കുക. അത് കൂടാതെ വേർഡ് മീനിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.